ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഹാബിറ്റാറ്റിനെ കുറിച്ചായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. നാച്ചുറൽ ഹാബിറ്റാറ്റ്സ് ഉണ്ട്, മാൻമെയ്ഡ് ഹാബിറ്റാറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഹാബിറ്റാറ്റ്സിൽ ലിവിങ് തിങ്സും ഉണ്ട്, നോൺ ലിവിങ് തിങ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ലിവിങ് തിങ്സ് എന്ന് പറഞ്ഞാൽ പ്ലാന്റ്സ്, ആനിമൽസ്, മൈക്രോ ഓർഗാനിസംസ് ഒക്കെയാണ് അല്ലെ ലിവിങ് തിങ്സ് എന്ന് പറഞ്ഞാൽ. നോൺ ലിവിങ് തിങ്സ് എന്ന് പറഞ്ഞാൽ വാട്ടർ, എയർ, സോയില്, സൺലൈറ്റ്, ഇതൊക്കെയാണ് നോൺ ലിവിങ് തിങ്സ് എന്ന് പറയുന്നത്. ഡു ലിവിങ് തിങ്സ് ഡിപെൻഡ് ഓൺ നോൺ ലിവിങ് തിങ്സ് ലൈക്ക് എയർ, വാട്ടർ, സോയിൽ ആൻഡ് സൺലൈറ്റ്? എന്താ ചോദിച്ചിരിക്കുന്നത്? ലിവിങ് തിങ്സ് നോൺ ലിവിങ് തിങ്സ് ആയ എയറും വാട്ടറും സോയിലും സൺലൈറ്റിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ? ലിവിങ് തിങ്സ് നോൺ ലിവിങ് തിങ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ എന്നാ ചോദിച്ചിരിക്കുന്നത് അല്ലെ. ഉണ്ടല്ലേ. നമ്മള് എന്താണ് ലിവിങ് തിങ്സ് നോൺ ലിവിങ് തിങ്സ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ആശ്രയിക്കുന്നുണ്ട്. സിമിലർലി ലിവിങ് തിങ്സ് ഡിപ്പെൻഡ് ഓൺ ഈച്ച് അതർ. അതുപോലെ തന്നെ ലിവിങ് തിങ്സ് പരസ്പരം ആശ്രയിക്കുന്നുണ്ട്. ലിവിങ് തിങ്സ് ആൻഡ് നോൺ ലിവിങ് തിങ്സ് ഇൻ ആൻ ഏരിയ ലിവ് ഇൻ ഇന്റർഡിപെൻഡൻസ്. ഒരു പ്രദേശത്തെ ലിവിങ് തിങ്സും നോൺ ലിവിങ് തിങ്സും പരസ്പരം ആശ്രയിച്ച് ജീവിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഇന്ന് നോക്കൂ, ഇവിടെ ഒബ്സർവ് ദ പിക്ചർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് അല്ലെ. ഫൈൻഡ് ഔട്ട് ഹൂ ഡിപ്പെൻഡ്സ് ഓൺ ഹൂം, ഡ്രോ ലൈൻസ് ടു കണക്ട് ദം ആൻഡ് പ്രിപ്പയർ എ നോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആര് ആരേനെ ആശ്രയിച്ചിരിക്കുന്നു എന്നുള്ളത് കണ്ടെത്താനും ഒരു ലൈൻ വരച്ചിട്ട് അതൊന്ന് കണക്ട് ചെയ്യാനും അതുപോലെ തന്നെ ഒരു നോട്ട് പ്രിപ്പയർ ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഈ പിക്ചർ എന്താ കാണിക്കുന്നത് എന്നറിയോ? ഒരു ഫുഡ് ചെയിൻ ആണ് കാണിക്കുന്നത്. ഇവിടെ കണ്ടോ പിക്ചറില് സൺ ഉണ്ട്, പ്ലാന്റ് ഉണ്ട്, ഗ്രാസ് ഹോപ്പർ ഉണ്ട്, ഫ്രോഗ് ഉണ്ട്, സ്നേക്ക് ഉണ്ട്, ദെൻ ഈഗിള് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നോക്കിക്കൂ, പോണ്ടില് ഫിഷിന്റെ പിക്ചറും കൊടുത്തിട്ടുണ്ട് അല്ലെ. ഇവിടെ നോക്കൂ, ആരേനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? പ്ലാന്റ് സൺലൈറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അല്ലെ. അതായത് പ്ലാന്റ് അബ്സോർബ് സൺലൈറ്റ് ടു ഗ്രോ. വളരാൻ വേണ്ടിയിട്ട് പ്ലാന്റ് സൺലൈറ്റ് അബ്സോർബ് ചെയ്യുന്നുണ്ട്. ദെൻ ഗ്രാസ് ഹോപ്പർ ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? പ്ലാന്റിനെയാണ് അല്ലെ. അതായത് ഗ്രാസ് ഹോപ്പർ ഈറ്റ്സ് പ്ലാന്റ്. ദെൻ ഫ്രോഗ് ഗ്രാസ് ഹോപ്പറിനെ. ഇപ്പൊ ഫ്രോഗ് ഈറ്റ്സ് ഗ്രാസ് ഹോപ്പർ. ദെൻ സ്നേക്ക് ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഫ്രോഗിനെയാണ്. സ്നേക്ക് ഫ്രോഗിനെ കഴിക്കൂ അല്ലെ. അപ്പൊ സ്നേക്ക് ഈറ്റ്സ് ഫ്രോഗ്. ദെൻ ഈഗിൾ ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? സ്നേക്കിനെയാണ്. അപ്പൊ ഈഗിൾ ഈറ്റ്സ് സ്നേക്ക്. കണ്ടോ, ഇനി വരിക ഈഗിള് പ്ലാന്റിലോട്ടാണ് കേട്ടോ. അതെങ്ങനെയാന്ന് വെച്ചാൽ when the eagle dies, its body decay in the soil and becomes fertilizers which help the plants grow again. ഈഗിള് പിന്നെ എങ്ങനെയാ പ്ലാന്റ്സിനെ സഹായിക്കുന്നത്? ഈഗിളിന്റെ കാലശേഷം ഈഗിളിന്റെ അവശിഷ്ടങ്ങളെല്ലാം മണ്ണിലോട്ട് അലിഞ്ഞു ചേർന്ന് അതൊരു ഫെർട്ടിലൈസർ ആയിട്ട് മാറുന്നു കേട്ടോ. അതായത് വളമായിട്ട് മാറുന്നു. അത് പ്ലാന്റ്സിനെ പിന്നീട് വളരാൻ സഹായിക്കുന്നു. അടുത്ത ഒരു ഫുഡ് ചെയിൻ എന്ന് പറഞ്ഞാല് പ്ലാന്റ് സണ്ണിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, ഫിഷ് പ്ലാന്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, ഫ്രോഗ് ഫിഷിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, സ്നേക്ക് ഫ്രോഗിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, ഈഗിള് സ്നേക്കിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. നേരത്തെ പറഞ്ഞ പോലെ ഈഗിള് എന്താണ്? ഈഗിളിന്റെ കാലശേഷം അതിന്റെ അവശിഷ്ടങ്ങള് മണ്ണിൽ ഡീക്കേ ആയിട്ട് പ്ലാന്റ്സിന് ഒരു വളമായിട്ട് തീരുന്നു. അങ്ങനെ രണ്ട് ടൈപ്പ് ഓഫ് ഫുഡ് ചെയിൻ ആണ് കേട്ടോ ഇവിടെ കൊടുത്തിരിക്കുന്നത്. എക്കോസിസ്റ്റം. An ecosystem is an environment where living and non-living things live in interdependence. Trees, fields, ponds, streams, hills, sacred groves, കാവുകൾ are small ecosystems. Forests, grasslands, deserts, seas and polar regions are large ecosystems. Ecosystem എന്ന് പറഞ്ഞാൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ലിവിങ് തിങ്സും നോൺ ലിവിങ് തിങ്സും പരസ്പരം ആശ്രയിച്ച് ജീവിക്കുന്ന ചുറ്റുപാടിനെയാണ് എന്തെന്ന് പറയുന്നത്? എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. അതായത് ആവാസ വ്യവസ്ഥ കേട്ടോ. എക്കോസിസ്റ്റം എന്ന് പറയുന്നത് സ്മോൾ എക്കോസിസ്റ്റം ഉണ്ട്, ലാർജ് എക്കോസിസ്റ്റം ഉണ്ട്. ഏതൊക്കെയാണ് ഈ സ്മോൾ എക്കോസിസ്റ്റംസ് എന്ന് പറഞ്ഞിട്ടുണ്ട്? ട്രീസ്, ഫീൽഡ്സ്, ഫീൽഡ് എന്ന് പറഞ്ഞാൽ വയലുകള്, പോൺസ്, സ്ട്രീംസ്, അരുവികള്, ഹിൽസ്, കുന്ന്, സേക്രഡ് ഗ്രോവ്സ് അതായത് കാവുകള്, ഇതൊക്കെയാണ് സ്മോൾ എക്കോസിസ്റ്റംസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഫോറസ്റ്റ്, ഗ്രാസ് ലാൻഡ്സ്, ഗ്രാസ് ലാൻഡ്സ് എന്ന് പറഞ്ഞാൽ പുൽമേടുകൾ കേട്ടോ. ഡെസേർട്സ്, സീസ്, പോളാർ റീജിയൻസ്, ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത്? ലാർജ് എക്കോസിസ്റ്റംസ്. വാട്ട് ഈസ് ഇന്റർഡിപെൻഡൻസ് ഇൻ ആൻ എക്കോസിസ്റ്റം? എക്സ്പ്ലെയിൻ വിത്ത് എക്സാമ്പിൾസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു എക്കോസിസ്റ്റത്തില് എന്താ പരസ്പര ആശ്രയത്വം പറഞ്ഞാൽ എന്താണെന്നാ ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അത് എക്സാമ്പിൾ സഹിതം എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇന്റർഡിപെൻഡൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്റർഡിപെൻഡൻസ് മീൻസ് ഓൾ ലിവിങ് ആൻഡ് നോൺ ലിവിങ് തിങ്സ് ഇൻ ആൻ എക്കോസിസ്റ്റം ഡിപ്പെൻഡ് ഓൺ ഈച്ച് അതർ ടു സർവൈവ്. അതായത് ഒരു എക്കോസിസ്റ്റത്തിലുള്ള എല്ലാ ലിവിങ് തിങ്സും നോൺ ലിവിങ് തിങ്സും പരസ്പരം ആശ്രയിച്ച് ജീവിക്കുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുക? ഇന്റർഡിപെൻഡൻസ് എന്ന് പറയുക. അതിനിപ്പോ എക്സാമ്പിൾ സഹിതം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാണ് കേട്ടോ. ഈ ഇന്റർഡിപെൻഡൻസ് എന്ന് പറയുന്നത് ബിറ്റ്വീൻ ലിവിങ് ആൻഡ് നോൺ ലിവിങ് തിങ്സ് ഉണ്ട്, ബിറ്റ്വീൻ നോൺ ലിവിങ് തിങ്സ് ഉണ്ട്, ബിറ്റ്വീൻ ലിവിങ് തിങ്സ്. അപ്പൊ അതാണ് നമ്മൾ എക്സാമ്പിൾ സഹിതം പറയാൻ പോകുന്നത്. ഇന്റർഡിപെൻഡൻസ് ബിറ്റ്വീൻ ലിവിങ് ആൻഡ് നോൺ ലിവിങ് തിങ്സിന് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ പ്ലാന്റ്സ് നീഡ് സൺലൈറ്റ്, എയർ, വാട്ടർ ആൻഡ് സോയിൽ ടു സർവൈവ് അല്ലെ. പ്ലാന്റ്സിന് എന്തൊക്കെ വേണം? സൺലൈറ്റ് വേണം,
അതുപോലെ തന്നെ എയർ വേണം, വാട്ടർ വേണം, സോയിൽ വേണം അല്ലെ അതിന് അതിജീവിക്കാനായിട്ട്. പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ ലിവിങ് തിങ്സ് ആണ്, നോൺ ലിവിങ് തിങ്സിൽ പെട്ടതാണ് സൺലൈറ്റ്, എയർ, വാട്ടർ, സോയിൽ ഒക്കെ അല്ലെ. അതുപോലെ തന്നെ ഫിഷ് ഡിപ്പെൻഡ്സ് ഓൺ വാട്ടർ ടു ലിവ് ആൻഡ് ബ്രീത്ത്. എന്താണ് വെള്ളത്തിനെ ആശ്രയിച്ചാണല്ലേ എന്താണ് മീനുകൾ ജീവിക്കുന്നത്. ഫിഷ് ഒരു ലിവിങ് തിങ് ആണ്, വാട്ടർ എന്താണ് നോൺ ലിവിങ് തിങ്. അപ്പൊ ബിറ്റ്വീൻ ലിവിങ് ആൻഡ് നോൺ ലിവിങ് തിങ്സ്, ഇന്റർഡിപെൻഡൻസ് ബിറ്റ്വീൻ ലിവിങ് ആൻഡ് നോൺ ലിവിങ് തിങ്സിന് എക്സാമ്പിൾ ആണ് ഇത് കേട്ടോ. ഇന്റർഡിപെൻഡൻസ് ബിറ്റ്വീൻ ലിവിങ് തിങ്സ് ആണ് പറയുന്നത്. കൗസ് ഗിവ് മിൽക്ക് ടു ഹ്യൂമൻസ് ഗിവ് ഫുഡ്, ഷെൽട്ടർ ആൻഡ് കെയർ ടു കൗസ്. അത് ഇന്റർഡിപെൻഡൻസ് ബിറ്റ്വീൻ ലിവിങ് തിങ്സ് ആണ് അല്ലെ. ബിറ്റ്വീൻ നോൺ ലിവിങ് തിങ്സിന് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫ്ലോയിങ് വാട്ടർ ബ്രേക്സ് ഡൗൺ റോക്സ് സ്ലോലി, ദ റോക്സ് ബിക്കം സോയിൽ ഓർ സാൻഡ്, ദിസ് ഹെൽപ്പ് ഫോം റിവേഴ്സ്, മൗണ്ടെയിൻസ് ആൻഡ് വാലീസ്. മഴ പെയ്തിട്ട് കുത്തിയൊലിച്ചു വരുന്ന വെള്ളം അത് റോക്സിനൊക്കെ പതുക്കെ ബ്രേക്ക് ഡൗൺ ചെയ്യണു. അതുപോലെ തന്നെ ഈ റോക്സ് എന്തായിട്ട് മാറുന്നു, ഇറ്റ് ബിക്കം സോയിലോ സാൻഡോ ഒക്കെ ആയിട്ട് മാറുന്നു. ഇത് റിവേഴ്സും മൗണ്ടെയിൻസും വാലീസ് ഒക്കെ ഉണ്ടാവാൻ സഹായിക്കും. അതാണ് കേട്ടോ ഇന്റർഡിപെൻഡൻസ് ബിറ്റ്വീൻ നോൺ ലിവിങ് തിങ്സിന് എക്സാമ്പിൾ കേട്ടോ. ഡിസ്ട്രക്ഷൻ ഓഫ് എക്കോസിസ്റ്റംസ്, അതായത് ആവാസ വ്യവസ്ഥകളുടെ നാശം. ഇവിടെ ഫസ്റ്റിനെ നമുക്ക് തന്നിരിക്കുന്നത് ഹില്ലാണ് അല്ലെ. ഹിൽസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ് ഒരു സ്മോൾ എക്കോസിസ്റ്റം ആണ് അല്ലെ. അതായത് ഹിൽസ് ഇല്ലാതാവുന്നത് കൊണ്ടുള്ള ദോഷങ്ങളാണ് കേട്ടോ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് എന്തറിയണം, ഹിൽസിന്റെ ഇമ്പോർട്ടൻസ് അറിയണം. അപ്പൊ എന്തൊക്കെയാണ് ഹിൽസിന്റെ ഇമ്പോർട്ടൻസ് നമുക്കറിയാം. ഹിൽസ് എന്ന് പറയുന്നത് ഹാബിറ്റാറ്റ് ആണ് അല്ലെ, കുറെ ജീവികൾക്ക് ഹാബിറ്റാറ്റ് ആണ് നമുക്കറിയാം. അപ്പൊ അതന്നെയാണ് അതിന്റെ ഫസ്റ്റ് ഇമ്പോർട്ടൻസ് കേട്ടോ. എന്താണ് ഹിൽസ് പ്രൊവൈഡ് ഹാബിറ്റാറ്റ് ഫോർ സോ മെനി ഓർഗാനിസംസ്, ധാരാളം ജീവജാലങ്ങൾക്ക് വാസസ്ഥലം നൽകുന്നു. പിന്നെ നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാല് ഹിൽസ് സ്റ്റോർ റെയിൻ വാട്ടർ ആൻഡ് ലേറ്റർ പ്രൊവൈഡ് ദാറ്റ് വാട്ടർ ടു വെൽസ്, സ്ട്രീംസ് ആൻഡ് ഫീൽഡ്സ്. എന്താണ് ഹിൽസ് മഴവെള്ളം എല്ലാം സംഭരിച്ചിട്ട് പിന്നീട് അത് വെൽസിലേക്കും സ്ട്രീംസിലേക്കും അതുപോലെ തന്നെ ഫീൽഡ്സിലേക്കും വയലുകളിലേക്കും എല്ലാം നൽകുന്നു. ദെൻ നെക്സ്റ്റ് ഒരു പോയിന്റ് എന്ന് പറഞ്ഞാല് ഹിൽസ് കൺട്രോൾ ദ വിൻഡ് ആൻഡ് റെഡ്യൂസ് ദ ഹീറ്റ്, കാറ്റിനെ നിയന്ത്രിക്കുകയും ചൂട് കുറയ്ക്കുകയും ചെയ്യുന്നു. അപ്പൊ ഇതൊക്കെയാണ് ഹിൽസിന്റെ ഇമ്പോർട്ടൻസ്. അപ്പൊ ഹിൽസ് ഇല്ലാതാവുന്നത് കൊണ്ടുള്ള ദോഷങ്ങളാണ് കേട്ടോ നമ്മൾ പറയാൻ പോകുന്നത്. വാട്ട് ആർ ദ ഹാർംഫുൾ എഫക്ട്സ് വാനിഷിംഗ് ഓഫ് ഹിൽസ്. ഫസ്റ്റ് പോയിന്റ് നമ്മൾ പറഞ്ഞത് ഹിൽസിന്റെ ഇമ്പോർട്ടൻസ് പറയുന്ന സമയത്ത് എന്താ പറഞ്ഞത്, ഹാബിറ്റാറ്റ്സ് പ്രൊവൈഡ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ അതൊക്കെ ഇല്ലാതെയാവൂ അല്ലെ. അനിമൽസ് ആൻഡ് പ്ലാന്റ്സ് ലോസ് ദയർ ഹാബിറ്റാറ്റ്സ്. ദ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാല് their loss leads to shortage of water. ഹിൽസ് ഇല്ലാതാവുന്നത് കൊണ്ട് ജലലഭ്യത കുറയാൻ കാരണമാകുന്നു. Without hills, soil get washed away. Without hills, rainwater washes away the soil. എന്താണ് ഹിൽസ് ഇല്ലാതാവുന്നത് കൊണ്ട് എന്താണ് മണ്ണൊലിപ്പ് ഉണ്ടാകുന്നു കേട്ടോ. When they vanish, the risk of natural disasters like landslides and floods increase. അതായത് ഉരുൾപൊട്ടല്, വെള്ളപ്പൊക്കം പോലുള്ള പ്രകൃതി ദുരന്തങ്ങൾക്ക് സാധ്യത വർദ്ധിക്കുന്നു. നെക്സ്റ്റ്, വാട്ട് ആർ ദ ഹ്യൂമൻ ആക്ടിവിറ്റീസ് ദാറ്റ് ആർ ഹാർംഫുൾ ടു ദ എക്കോസിസ്റ്റം. ഡിസ്കസ് ആൻഡ് റൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എക്കോസിസ്റ്റത്തിനെ ദോഷകരമായിട്ട് ബാധിക്കുന്ന ഹ്യൂമൻ ആക്ടിവിറ്റീസ് ആണ് കേട്ടോ ചോദിച്ചിരിക്കുന്നത്. അത് ഡിസ്കസ് ചെയ്തിട്ട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ 2 പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. ഡിമോളിഷൻ ഓഫ് ഹിൽസ്, അതായത് കുന്നിടിക്കൽ, നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ. Then excessive use of pesticides, കീടനാശിനികളുടെ അമിത ഉപയോഗം. നെക്സ്റ്റ് പോയിന്റ് ഡിഫോറസ്റ്റേഷൻ ആണ്. ഡിഫോറസ്റ്റേഷൻ മീൻസ് എന്താണ്, കട്ടിംഗ് ഡൗൺ ട്രീസ് ആണ് കേട്ടോ. അതായത് മരങ്ങളെല്ലാം മുറിച്ച് മാറ്റി എന്താണ് എക്കോസിസ്റ്റത്തിനെ ദോഷകരമായി ബാധിക്കുന്ന ഒരു കാര്യമാണ് അല്ലെ. ദെൻ നെക്സ്റ്റ് പോയിന്റ് പൊല്യൂട്ടിംഗ് വാട്ടർ ബോഡീസ്, ജലാശയങ്ങളെല്ലാം മലിനമാക്കുക. നെക്സ്റ്റ് പോയിന്റ് എയർ പൊല്യൂഷൻ ഫ്രം ഫാക്ടറീസ് ആൻഡ് വെഹിക്കിൾസ്, ഫാക്ടറികളിൽ നിന്നും വാഹനങ്ങളിൽ നിന്നും ഉണ്ടാകുന്ന വായു മലിനീകരണം. ഇതും എന്താണ് എക്കോസിസ്റ്റത്തിനെ ബാധിക്കുന്നതാണ് അല്ലെ, ഹാംഫുൾ ആയിട്ട് ബാധിക്കുന്ന കാര്യമാണ്. അടുത്തൊരു പോയിന്റ് ഓവർ യൂസ് ഓഫ് നാച്ചുറൽ റിസോഴ്സസ്, അതായത് പ്രകൃതി വിഭവങ്ങളുടെ അമിത ഉപയോഗം കേട്ടോ. അതും എക്കോസിസ്റ്റത്തിനെ ഹാംഫുൾ ആയിട്ട് ബാധിക്കും. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഈ യൂണിറ്റിലെ ബാക്കി പോർഷൻസ് നോക്കാം. ഓക്കെ, ബൈ.